ഭാരതാംബ വിവാദത്തിന് പിന്നാലെ നിലപാട് കടുപ്പിക്കുകയാണ് രാജ്ഭവൻ. ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമെന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നു. ചിത്രത്തിന് മുന്നിൽ വിളക്ക് ഉപയോഗിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുമെന്ന നിലപാടെടുത്തതോടെ സർക്കാർ പരിപാടികൾ രാജ്ഭവനിൽ നടത്തുമോ എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. സത്യപ്രതിജ്ഞ ഉൾപ്പെടെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എങ്ങനെ പങ്കെടുക്കുമെന്നതിലും അവ്യക്തത തുടരുകയാണ്. അതേസമയം ഗവർണർ രാജ്ഭവൻ RSS പ്രചാരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ലെന്ന് മന്ത്രി ആർ ബിന്ദു വിമർശിച്ചു. ഇതിന് ആരിഫ് മുഹമ്മദ് ഖാനാണ് തുടക്കമിട്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ RSSന്റെ ആശയപ്രചരണത്തിനുള്ള കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റിയിരിക്കുന്നു. അവിടെ RSSന്റെ സൈദ്ധാന്തികർ പ്രഭാഷണങ്ങൾ നടത്തുന്നു. അവിടെ നടക്കുന്ന പൊതുപരിപാടി, ഗവൺമെന്റിന്റെ പരിപാടികളിൽ ഈ RSS ആശയമുള്ള ഭാരതാംബ എന്ന് അവർ വിളിക്കുന്ന പഴയ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ അവിഭക്ത ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ പട്ടുസാരി ഉടുത്ത് കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ആ ചിത്രത്തിന്റെ മുന്നിൽ എല്ലാവരും നമസ്കരിക്കണം എന്നത് നിർബന്ധമായി പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ജനാധിപത്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. അതിനൊരു ഭരണഘടനയുണ്ട്. ഇവിടെ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവർക്കൊക്കെ തുല്യ അവകാശങ്ങൾ ചാർത്തിക്കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിനെയാണ് നമ്മൾ വന്ദിക്കേണ്ടത്. വിവാദത്തിൽ ഇന്നും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന കാഴ്ചയുണ്ടായത്. രാജ്ഭവനിലേക്ക് നടത്തിയ SFI മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധിച്ച പ്രവർത്തകരെ രാജ്ഭവന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് മാറ്റിയ ശേഷം V ശിവൻകുട്ടിയുടെ വാഹനം കടന്നുപോയി. അതിനിടെ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ലെന്നാണ് വിവരം. മന്ത്രിക്കെതിരെ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചന. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.